നമസ്കാരം. ഹൈന്ദവ വിശ്വാസപ്രകാരം അതീവ പ്രാധാന്യമുള്ള പുണ്യദിനമാണ് മഹാശിവരാത്രി. ഭക്തർ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ പരമശിവനെ ആരാധിക്കുന്ന ദിനം. ഫെബ്രുവരി 15-നാണ് നാം മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ആദ്യമായി വ്രതം നോക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വ്രതമെടുക്കുമ്പോൾ നാം പാലിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി വ്രതത്തിനായി എങ്ങനെ തയ്യാറെടുക്കാം എന്ന് നോക്കാം. ശിവരാത്രി വ്രതമെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. വ്രതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദൃഢമായ ഒരു സങ്കല്പം മനസ്സിലെടുക്കുക. ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മനസ്സിനെയും ശരീരത്തെയും വ്രതത്തിനായി പാകപ്പെടുത്തുക. നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നതിനനുസരിച്ച് ഏതുതരം വ്രതമാണ് വേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. 1. നിർജ്ജല വ്രതം, അതായത് വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്ന വ്രതം. 2. ഫലാഹാര വ്രതം, ധാന്യങ്ങൾ ഒഴിവാക്കി ഫലങ്ങൾ മാത്രം കഴിക്കുന്നത്. അല്ലെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിച്ച് ഭാഗികമായ വ്രതവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിർജ്ജല വ്രതമല്ല എടുക്കുന്നതെങ്കിൽ ക്ഷീണം വരാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വ്രതദിവസം നാം എന്തൊക്കെ ചെയ്യണം? ഏറ്റവും പ്രധാനം ബ്രഹ്മചര്യം പാലിക്കുക എന്നതാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൂർണ്ണ ശുദ്ധി പാലിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ ശിവപ്രീതിക്കായി മന്ത്രങ്ങൾ ജപിക്കാം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും ഈ ദിവസം ജപിക്കുന്നത് അത്യുത്തമമാണ്. സാധിക്കുമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും പുണ്യം നൽകും. മറ്റൊരു പ്രധാന കാര്യം വ്രതം അവസാനിപ്പിക്കുന്നതാണ്. പിറ്റേ ദിവസം പഞ്ചാംഗം നോക്കി കൃത്യമായ പാരണ സമയത്ത് വേണം വ്രതം മുറിക്കാൻ. എങ്കിൽ മാത്രമേ വ്രതത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. വ്രതത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടാതിരിക്കാൻ ചില കാര്യങ്ങൾ നാം കർശനമായി ഒഴിവാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കഠിനമായ ജോലികൾ ഒഴിവാക്കുക. വ്രതസമയത്ത് കഠിനമായ ശാരീരിക അധ്വാനം ക്ഷീണത്തിന് കാരണമാകും. പകരം ആ സമയം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രണ്ടാമതായി, നെഗറ്റീവ് ചിന്തകൾ പാടില്ല. കോപം, അസൂയ, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുക. മറ്റുള്ളവരോട് മോശമായി പെരുമാറരുത്. മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണം. മൂന്നാമതായി, ആഹാരരീതി. മദ്യം, ലഹരിവസ്തുക്കൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ഉള്ളി, വെളുത്തുള്ളി, മാംസാഹാരം തുടങ്ങിയ താമസിക ഗുണമുള്ള ഭക്ഷണങ്ങൾ ഈ ദിവസങ്ങളിൽ കഴിക്കരുത്. അവസാനമായി, ഉറക്കം. ശിവരാത്രി എന്നാൽ രാത്രി ഉറങ്ങാതെ ശിവനാമം ജപിച്ചും ധ്യാനിച്ചും കഴിച്ചുകൂട്ടുന്നതാണ്. അതിനാൽ പകലോ രാത്രിയോ ഉറങ്ങാതെ ജാഗരണമിരിക്കാൻ ശ്രമിക്കുക. ശരിയായ നിഷ്ഠയോടെയും ഭക്തിയോടെയും വ്രതമനുഷ്ഠിച്ചാൽ മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായും നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ശിവരാത്രി ആശംസിക്കുന്നു. ഓം നമഃശിവായ. ശിവരാത്രി ആചരണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്ക് ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.